വൈകുണ്ഠം ധന്യമായി. ബ്രഹ്മമഹേശ്വരന്മാർ ദേവദേവതാ സമേതരായി മഹാഋഷികൾക്കൊപ്പം ഭൂദേവി ആനയിച്ചെത്തിയല്ലോ. ഉചിതമായി. ഭൂദേവിയുടെ ഒരു സങ്കടം ശ്രവിക്കാൻ ഭഗവാന് കാരുണ്യമുണ്ടാകണം. ബ്രഹ്മദേവ, മഹേശ്വര, എല്ലാം നാം അറിയുന്നു. ധർമ്മക്ഷയം, അസുരപ്രതാപം. ധരാദേവി, ദേവിയുടെ ധർമ്മദുഃഖം നാം അറിയുന്നു. പാപഭാരം താങ്ങാനാവാതെ ദേവി ഉഴറുകയാണ്, അല്ലേ? വ്യാകുലപ്പെടേണ്ട. ധർമ്മച്യുതിക്ക് ഹേതഭൂതരാകുന്ന ദുഷ്ടരെ നിഗ്രഹിച്ച് ഭൂമാതാവിന്റെ പൈതങ്ങളെ രക്ഷ ചെയ്യുവാനായി നാം ഭൂമണ്ഡലത്തിൽ അവതരിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഭൂഭാരനാശകമായ ലീലകളാടാൻ നാം ദേവകി വസുദേവ നന്ദനനായി അവതരിക്കും. സഹസ്രവദനനായ ആദിശേഷൻ ജ്യേഷ്ഠഭാവേന മറ്റൊരവതാരം കൈക്കൊള്ളും. ബലഭദ്രരാമൻ. ദേവഗണങ്ങളും ദേവസ്ത്രീകളും ഇപ്പോൾ തന്നെ സൂക്ഷ്മാംശത്താൽ യദുകുലത്തിൽ ഭൂജാതരാകട്ടെ. നമ്മുടെ കൃഷ്ണാവതാരത്തിന് മധുരാപുരി ഒരുങ്ങുകയായി. മധ്യത്തെ തു ജഗൽ സർവം ബ്രഹ്മജ്ഞാനേന യേന വാ തൽസാരഭൂതം യദ്യസ്യാ മധുരാ സാ നിഗദ്യ. ലോകം മുഴുവൻ ഏതൊരു ബ്രഹ്മജ്ഞാനത്താൽ മഥിക്കപ്പെടുന്നുവോ ആ ജ്ഞാനമൂർത്തിയായ കൃഷ്ണ ഭഗവാൻ ശോഭിക്കുന്ന ഇടം മഥുരാപുരി. മഥുര വസുദേവ പിതാവായ ശൂരസേന മഹാരാജാവിന്റെ മഥുര. പുണ്യയമുനയുടെ ദക്ഷിണതീരം അലങ്കരിക്കുന്ന പവിത്ര നഗരം. കീഴ്മേൽ മറിഞ്ഞ അധികാര സമവാക്യങ്ങളിൽ ഉഗ്രസേനൻ മഥുരാധിപതിയായി. പക്ഷേ ഉഗ്രസേന പുത്രനായ കംസൻ പിതാവിനെ വീട്ടുതടങ്കലിലാക്കി സ്വയം രാജാവായി അവരോധിച്ചു. ആസുരത്വത്തിന്റെ മാനവരൂപമാർന്ന കംസൻ കിരാത കാമനകളുടെ നരരൂപമാർന്ന അനുചരരാൻ പരിസേവിതനായ കംസൻ. കംസരാജ്യത്തിൽ സ്വൈരജീവിതമില്ല, ധർമ്മനീതികളില്ല. വാൾമുനകൾ നാവുകളാക്കപ്പെട്ട ആ നാട്ടിൽ നാമജപങ്ങൾക്ക് പോലും വിലക്ക്, നാരായണ ഭക്തർക്ക് വിലക്ക്.